ദക്ഷയാഗവേദിയിൽ ജീവത്യാഗം ചെയ്ത് സതിയുടെ ശരീരം വിഷ്ണു സുദർശനത്താൽ ഖണ്ഡിച്ച് 108 സ്ഥാനങ്ങളിലായി പ്രതിഷ്ഠിച്ചു. ഈ സ്ഥാനങ്ങളാണ് 108 ശക്തിപീഠങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭാരതം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിലാണ് ഈ 108 ശക്തിപീഠങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വരുന്നതും പാർത്ത് ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. വിഷ്ണുവിന്റെ അവതാരമൂർത്തികളിൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമനും ദക്ഷിണേന്ത്യയിൽ ശ്രീകൃഷ്ണനുമാണ് പ്രാധാന്യം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ രാമക്ഷേത്രങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം. വടക്കൻ കേരളത്തിൽ തൃപ്രയാർ തേവരെ പോലെ പ്രധാനമാണ് തെക്കൻ കേരളത്തിലെ വെളിനല്ലൂർ ശ്രീരാമനും. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ. അല്പം രൗദ്രഭാവത്തോടെ ഒഴുകുന്ന ഇത്തിക്കരയാർ, ആറ്റിന്റെ ഇരുകരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ശാന്തമായ ഗ്രാമം, ഐതിഹ്യങ്ങളിലെ ഇത്തിക്കര പക്കിയുടെ വിഹാരരംഗം. MC റോഡിൽ ഓയൂരിൽ നിന്നും പാരിപ്പള്ളിയിലേക്ക് നീളുന്ന പാതയിൽ സ്ഥിതി ചെയ്യുന്ന വെളിനല്ലൂർ ഗ്രാമം വലിയാംകുന്ന്, ഉഗ്രൻകുന്ന് എന്നിവ കാവൽ നിൽക്കുന്ന പ്രദേശമാണ്. കൊല്ലം ജില്ലയിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്താണ് പുരാതനവും പ്രസിദ്ധവുമായ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. സാരസാനന സകലേശ്വര ദയാനിധേ ഞാനെന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേനാനന്ദ സ്വരൂപന നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം പുരാണ കഥയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉഗ്രൻകുന്നെന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. പണ്ട് ബാലി സുഗ്രീവ യുദ്ധം നടന്ന സുഗ്രീവൻ കുന്നാണ് ഉഗ്രൻകുന്നായി മാറിയത്. അതോടൊപ്പം തന്നെ ഇതിന് തൊട്ട് 1/2 കിലോമീറ്റർ അകലെയായി ബാലി വസിച്ച വാലിയാംകുന്നെന്ന് പറയുന്ന സ്ഥലമുണ്ട്. സപ്തസാലം എഴുന്ന 7 മരങ്ങളെ ഭേദിച്ചത് നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്ന ആറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. മലഞ്ചുഴി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇവിടെ ബാലി സുഗ്രീവ യുദ്ധം നടന്നപ്പോൾ ബാലി ദാഹാർത്തനായി വെള്ളത്തിന് അപേക്ഷിച്ചപ്പോൾ ശ്രീരാമൻ തൻ്റെ അമ്പ് കൊണ്ട് ഒരു പാറയിൽ ഉരസി ഒരു നീരുറവയുണ്ടാക്കി വെള്ളം കൊടുത്ത സ്ഥലം തണ്ണീർക്കുടി എന്നും പറഞ്ഞുകൊണ്ട് അത് ഈ ബാല്യാംകുന്ന് എന്ന് പറയുന്ന മലയിലുണ്ട്. സപ്തസാലങ്ങൾ എന്ന് പറയുന്ന 7 മരങ്ങൾ നിന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്ന ഈ നദിയിലാണ്. അത് എയ്ത് മുറിക്കുകയും അവിടെ 7 വലിയ കയങ്ങളുണ്ട്. കൂടാതെ ഈ ക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു സുഗ്രീവൻ കുന്ന് അഥവാ ഉഗ്രൻകുന്നെന്നാണ്. ഒപ്പം ബാലി വസിച്ച ബാലിയാംകുന്ന് ഇതിൻ്റെ തൊട്ട് പിൻവശത്തായിട്ടുണ്ട്. തിടപ്പള്ളി, നമസ്കാര മണ്ഡപം, വലിയമ്പലം, നാലമ്പലം, ബലിക്കൽപുര, ആനപ്പന്തൽ എന്നിങ്ങനെ പ്രൗഢി വിളിച്ചോതുന്ന പ്രസിദ്ധവും പുരാതനവുമായ ഈ ക്ഷേത്രം പ്രാചീന കാലം മുതൽ ഇണ്ടളയപ്പൻ എന്ന ദേവനെ ആരാധിച്ചു വന്ന സ്ഥലമാണ്. ഈ കാണുന്ന ഇണ്ടളയപ്പൻ നട എന്ന് പറയുന്ന നടയ്ക്ക് ഏതാണ്ട് 2000 വർഷത്തിൽ പുറത്താണ് പഴക്കം പറയുന്നത്. ഇത് സ്വയംഭൂവായ ഒരു വിഗ്രഹമാണ്. കൂടാതെ ഈ അമ്പലത്തിൽ വട്ടെഴുത്ത്, കോലെഴുത്ത് പോലുള്ള പ്രാചീനപരമായ ലിപികളുണ്ട്. അത് ആർക്കിയോളജിക്കൽ സർവേയൊക്കെ ഒരുപാട് പഠനമൊക്കെ നടത്തിയെങ്കിലും ഇതുവരെ അത് വായിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ കാണുന്ന ഇണ്ടളയപ്പൻ നട എന്ന് പറയുന്ന നടയ്ക്ക് ഏതാണ്ട് 2000 വർഷത്തിൽ പുറത്താണ് പഴക്കം പറയുന്നത്. ഇത് സ്വയംഭൂവായ ഒരു വിഗ്രഹമാണ്. ഒരേ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായ ശ്രീരാമസ്വാമിയും ലക്ഷ്മണ ഭഗവാൻ പടിഞ്ഞോട്ട് ദർശനമായും കൂടിയുള്ളുന്ന ഏക ക്ഷേത്രവും ഇത് തന്നെയാണ്. മേൽക്കൂരയുള്ള നാഗരാജാവിൻ്റെ ക്ഷേത്രവും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നിരവധി ഭക്തജനങ്ങളാണ് ദൂരദേശങ്ങളിൽ നിന്ന് സ്വാമിയെ കാണാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഇവിടെ വന്ന ഒരു പരദേശി ബ്രാഹ്മണന് ഇവിടെ വച്ച് ശ്രീരാമ ദർശനം ഉണ്ടായി എന്നും അതിന്റെ ഫലമായാണ് ഇവിടെ ശ്രീരാമ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം നിർമ്മിച്ചത് എന്നുമാണ് വിശ്വാസം. ജാതി സമ്പ്രദായവും അയിത്തവും കൊടുമ്പിരിക്കൊണ്ട
കേരളം ഭ്രാന്താലയമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന പഴയ കാലങ്ങളിൽ പോലും സമൂഹത്തിന്റെ അടിത്തട്ടിലായിരുന്ന ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കാളിത്തമുണ്ടായിരുന്നു എന്നതാണ് ഇവിടത്തെ ഒരു സവിശേഷത. വേളോൻ സമുദായത്തിന്റെ നായ്വയ്പ്, പാണൻ സമുദായക്കാരുടെ ചെണ്ടകൊട്ടി അറിയിക്കൽ, പറയ സമുദായക്കാരുടെ കുട്ട, വട്ടി, മുറം സമർപ്പിക്കൽ, മുസ്ലിം സമുദായക്കാരുടെ മത്സ്യവിൽപ്പന, വേടർ സമുദായക്കാരുടെ പൊങ്കാല, കുറവ സമുദായക്കാരുടെ തലയാട്ടം കളി എന്നിവയെല്ലാം ഒരു കാലത്ത് ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടന്നു. ഈ വാണിഭമേളയിൽ ശ്രദ്ധേയമായത് കാളച്ചന്തയാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അനേകം കാളകളുടെ കൊടുക്കൽ വാങ്ങലാണിത്. വാണിഭ സ്ഥലത്തു നിന്നും മത്സ്യവും ചുണ്ണാമ്പും വാങ്ങുക എന്നത് ഒരു കാലത്ത് നേർച്ചയുടെ ഭാഗം തന്നെയായിരുന്നു. ആര്യ ആരാധനാ സമ്പ്രദായത്തിന്റെ ശക്തമായ പ്രതീകമാണ് ശ്രീരാമനെങ്കിലും ഗോത്ര ആരാധന സമ്പ്രദായത്തിന്റെ മുദ്രകൾ ഈ മഹാക്ഷേത്ര സംസ്കാരവുമായി ലയിച്ചു കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നുമാശ്രയിച്ചല്ലു ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലു ലോകേശനായ ധാത. നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ. ഇവിടുത്തെ ആചാരങ്ങൾ വളരെ പ്രധാനപ്പെട്ട, വളരെ അപൂർവമായ ആചാരങ്ങളാണ്. നായ്വയ്പ് പോലുള്ള ആചാരങ്ങൾ. അതുപോലെ ഇവിടെ ഒരു ദിവസം രോഹിണി ഉത്സവത്തിന്, മീനമാസ രോഹിണി ഉത്സവത്തിന് മത്സ്യം വിൽക്കുന്ന പതിവുണ്ട്. കൂടാതെ ഇവിടെ ഇണ്ടളിപ്പനോട് ബന്ധപ്പെട്ട് മത്സ്യ ചന്ത കൂടാതെ കാളച്ചന്തയും അതുപോലെ പാത്രം വിൽപ്പനയും മണൽ കച്ചവടം എന്ന് പറഞ്ഞൊക്കെ പേരുകേട്ട ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഏറെക്കുറെയൊക്കെ കുറച്ച് കുറഞ്ഞ്. ക്ഷേത്രത്തിലേക്ക് പോകും വഴി ഹനുമാൻ ക്ഷേത്രം കാണാം. മാടൻ തമ്പുരാൻ, വാതിൽക്കൽ ഞാലി, കൊച്ചുമൂർത്തി എന്നിവരുടെ ആരാധനാസ്ഥാനങ്ങൾ സാധൂകരിക്കുന്നത് ഈ നിഗമനത്തെയാണ്. മീനമാസത്തിലെ രോഹിണിക്ക് ആരംഭിക്കുന്ന ഉത്സവത്തിന്റെ 7ാം ദിനം നായ്വയ്പ് എന്ന ചടങ്ങാണ്. അഷ്ടമി രോഹിണിയും നവരാത്രിയും ശിവരാത്രിയുമെല്ലാം ഈ ക്ഷേത്ര സന്നിധിയിലെ ആഘോഷങ്ങളാണ്. കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടായി വരുന്ന രീതിയിൽ 10 ദിവസത്തിന് മുന്നേ കൊടിയേറി ഉത്സവം ആരംഭിക്കുന്നു. ഉഗ്രൻകുന്ന്, കാളവയൽ, പകൽക്കുറി, കരിങ്ങന്നൂർ, ഓയൂർ എന്നീ കരക്കാരാണ് ഉത്സവത്തിലെ പ്രധാന പങ്കാളികൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേജർ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ സ്വകാര്യ അഹങ്കാരമാണ് വെളുന്നല്ലൂർ മണികണ്ഠൻ. ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ തിടമ്പ് 6ാമത്തെ തവണയാണ് മണികണ്ഠനേറ്റത്. ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസവും ഹനുമാന് വടമാലയും നിവേദ്യമായി നൽകുന്നു. വാതിൽക്കൽ ഞാരിയുടെ സന്നിധിയിൽ കുട്ടികളുടെ രോഗശമനത്തിനായി വളയും പാവയും തൊട്ടിലും എല്ലാം സമർപ്പിക്കുന്ന സമ്പ്രദായം പ്രാചീന കാലം മുതൽ നടന്നുവരുന്നു. കൊച്ചുമൂർത്തിക്ക് വെറ്റിലപ്പാക്ക് നിവേദ്യമാകുന്നു.
അനേകം വ്യതിരിക്തമായ ചടങ്ങുകളോടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ മഹാക്ഷേത്രവും അതിൻ്റെ പരിസരവും അതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും വിശദമായ പഠനത്തിന് വിധേയമാക്കിയാൽ പ്രാചീന കേരളത്തിൻ്റെ സംസ്കാരവും ജീവിത രീതിയുമെല്ലാം കൂടുതൽ വ്യക്തമാകും എന്നതിൽ സംശയമില്ല. ചരിത്രവും ഐതിഹ്യവും തൽക്കാലം പിന്മാറട്ടെ. ആത്മീയ സൗരഭം നുകർന്ന് ഈ പ്രദക്ഷിണ വഴിയിലൂടെ നടന്ന് നമുക്ക് പിന്മാറാം. ഇത്തിക്കരയാർ അതിന്റെ രാമനാമജപം അവിരാമം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമ രാമ നമസ്തേ